എന്നെ സംബന്ധിച്ചോളം എൻ്റെ വ്യക്തിപരമായ മുസ്ലിം ഫാമിലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആ കിട്ടിയ വോട്ടും അതിലുപരി ഇവിടുത്തെ NSS, SNDP, സേവ് CPI അടങ്ങുന്ന വിശ്വകർമ്മ സഭ, അതേപോലെ വടുക സമുദായം, അതേപോലെയുള്ള മത നേതാക്കന്മാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകളും ഞങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടതായ വോട്ടുകളും എനിക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയിട്ടുള്ള കണക്ക്. ഇതിനുവേണ്ടി പ്രയത്നിച്ച ഞങ്ങൾ ബഹുമാനപ്പെട്ട സിയറ വളത്തിലടക്കം 5 അച്ഛന്മാർ പോലും ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഇലക്ഷൻ വർക്കിന് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നും SNDPയുടെ ഭാഗത്തുനിന്നും NS എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രത്യേക കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക്, കാരണം ജനാധിപത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ഞാൻ ഏകനും അവർ 6 പേരുമായിരുന്നു. അതാണ് ഇപ്പോഴും പറഞ്ഞത്. എൻ്റെ മുന്നണി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഞാൻ മാത്രം പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് അവർ 6 പേര് ഒരുമിച്ചുമായിരുന്നു മത്സരിച്ചത്. ആ മത്സരത്തെ ഞാൻ നേരിട്ടു. ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയാണ് ഞാൻ ഈ ഇലക്ഷൻ നേരിട്ടത്. ഇതിൽ എന്നോട് CPIയിലെ ചില നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് കാണുമ്പോൾ ചോദിക്കും, എന്താ എവിടെയും പ്രവർത്തിക്കുന്നത് കാണാമല്ലോ, എവിടെയും പോകുന്നത് കാണാമല്ലോ എന്ന്. അത് മറ്റൊരു രാഷ്ട്രീയമായിരുന്നു. ഈ രാഷ്ട്രീയ കണക്ക് പ്രകാരം എന്നെ സംബന്ധിച്ചോളം ഒരു 30,000 മുതൽ 35,000 വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമായ എല്ലാവരും കൂടി ഞങ്ങളൊരാഴ്ച ഇരുന്ന് ഞങ്ങൾ നടത്തിയ കണക്ക് പ്രകാരം കിട്ടിയിട്ടുള്ള വോട്ടാണ്. ഈ 35,000 വോട്ടിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോൽപ്പിക്കേണ്ടത് ഷംസുദ്ദീനെയാണ്. എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും പ്രവർത്തിച്ചതും ഷംസുദ്ദീൻ തോൽപ്പിക്കാനാണ്. ഞാൻ CPIക്കെതിരെ CPM വിട്ട് LDFനെതിരെ മത്സരിച്ചൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും എൻ്റെ മത്സരത്തിന്റെ കാതലായ വിഷയം ഷംസുദ്ദീനെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷെ ഞാൻ അതിലേക്ക് എത്താം, കാരണം ഞാൻ കുറച്ച് കണക്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആ കണക്ക് ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു വ്യത്യസ്ത കണക്കിലേക്ക് വരാം. അങ്ങനെ ഈ അലനല്ലൂരും കുമരമ്പത്തൂരും മറ്റു ഭാഗങ്ങളിലുള്ള വോട്ടുകൾ വിഭജിച്ചാൽ, അവർക്ക് 6 പേർക്ക് കൂടി വിഭജിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ചെറിയൊരു നേരിയ ലീഡിൽ ഞാൻ ജയിക്കും. ഇവിടെ NDA കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആരും മൈൻഡ് ചെയ്യാത്ത, നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ കുറച്ച് പേര് നമ്മുടെ സുഹൃത്തുക്കളല്ലാതെ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. ആ ധാരണ LDFനും UDFനും ഈ ഇലക്ഷനിലെ പെട്ടി തുറക്കുമ്പോൾ ബോധ്യമാവും. മൈൻഡ് ചെയ്യേണ്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ നിലപാട് എന്താണെന്നുള്ളത് സുരേഷ് രാജിനും അതേപോലെ എന്നെ കഴിഞ്ഞ പ്രാവശ്യം വെട്ടി നിർത്താൻ ശ്രമിച്ച PK ശശിക്കും മറ്റു പലർക്കും ഈ പെട്ടി തുറക്കുമ്പോൾ വിവരം മനസ്സാവും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ PK ശശിയോടുള്ള എൻ്റെ സ്റ്റാൻഡ്, PK ശശിയുടെ അനുഭാവികളുടെ ഓട്ടോ, PK ശശിയുടെ ഓട്ടോ ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചോളം PK ശശിയുടെ ഒരു സഹായമോ ഒരു സപ്പോർട്ടോ ആവശ്യമില്ല. കാരണം അദ്ദേഹം ഞാൻ തമ്മിൽ നേരിട്ട് തന്നെ പല തവണ മലബാർ സിമൻസ് അഴിമതി കേസിൽ ആ കേസ് അട്ടിമറിക്കാനായിട്ട് മുഖ്യ പങ്ക് വഹിച്ചാൽ PK ശശിയാണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്നെ പ്രവാസി സംഘടന ആദ്യം പുറത്താക്കിയത് PK ശശിയാണ്, തിരിച്ചെടുപ്പിച്ച PK ശശിയാണ്. പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞു പോയ ഒരു കഥകളിലേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാല് അതിനൊക്കെ മറുപടി പറഞ്ഞാൽ പിന്നെ പലവരും പല കേസുകളിലും കുടുങ്ങും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കണക്കില്ല കഴിഞ്ഞ അധ്യായത്തിന്. അതുകൊണ്ട് തന്നെ PK ശശി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടൊന്നും ഞാൻ ചർച്ചയ്ക്ക് ഞാൻ വായിച്ച് പറയാനില്ല. ഞാൻ അവിടെ പോയി ചായ കുടിച്ചിട്ടില്ല, കാപ്പി കുടിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പാർട്ടി ഈ നടപടി മുൻപേ എടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് പാർട്ടി എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഒറ്റപ്പാലത്ത് ചെറിയൊരു ക്ഷീണം പാർട്ടിക്ക് ഉണ്ടായി. പക്ഷെ അവിടെ ഒന്നുകിൽ LDF അല്ലെങ്കിൽ NDA ഈ 2 കാൻഡിഡേറ്റുകൾ ജയിക്കുള്ളൂ. ശശി അവിടെ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. ഒരിക്കലും PK ശശി ജയിക്കില്ല. അതും ഒരു സ്ഥാനാർത്ഥി നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമാണ്.